മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ വൃന്ദ. ഞാനൊരു സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റാണ്. ഞാനിവിടെ കാക്കനാട് IMG ജംഗ്ഷനിൽ മഴവിൽ സെൻറ്റർ ഫോർ സ്പീച്ച് തെറാപ്പി എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു എന്താ പറയുക, കുട്ടികളിലുണ്ടാകുന്ന സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രോബ്ലം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ കാരണം എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട് പാരൻസ്. അപ്പം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് പേര് മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അവർക്ക് ഒരു നോർമൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണെന്ന് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഞങ്ങളുടെ അടുത്ത് എത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒന്നെങ്കിൽ ശരിയായിക്കോളുമെന്ന് വിചാരിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്നവരോ, അപ്പോൾ ചില സമയത്ത് ഡോക്ടേഴ്സ് തന്നെ ശരിയായിക്കോളുമെന്ന് പറഞ്ഞ് ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവർ ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. ശരിക്കും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താ പറയുക, നോർമൽ ഡെവലപ്മെൻറ്റ്, ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയുള്ള. ഇപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങും. ആദ്യ ദിവസങ്ങളിലുള്ള കരച്ചിൽ, അവർക്ക് എന്തോ അസ്വസ്ഥത ഉള്ളപ്പോഴാണ് അവർ കരയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അത് മാറി ഡിഫറൻഷ്യൽ ക്രൈ ആയിട്ട് മാറും. അതായത് കുട്ടി എന്തിനാണ് കരയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും, അമ്മമാർക്ക് മനസ്സിലാവും, എടുക്കാനാണോ വിശന്നിട്ടാണോ എന്നൊക്കെ. അതിനുശേഷം ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്ക്, അതിന് മുന്നേ തന്നെ കുട്ടികൾ നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ അതിനോട് അവർ സൗണ്ട്സ് ഉണ്ടാക്കി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഈ എന്നുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. അത് കഴിഞ്ഞൊരു 6 മാസമൊക്കെ ആകുമ്പോഴേക്ക് ബാബ്ലിംഗ് സ്റ്റേജിലോട്ട് കിടക്കും. അതായത് പപ്പ പപ്പ ബ ബ ബ ബ അങ്ങനത്തെ ശബ്ദങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒത്തിരി നമ്മളോട് കളിക്കാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഈ സ്റ്റേജിലൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന കാര്യം, കുട്ടികൾ സൗണ്ട്സിനോട് പ്രതികരിക്കുന്നുണ്ടോ, വലിയ ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് കുട്ടി കേൾക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇല്ല വലിയ ശബ്ദത്തിനോടൊന്നും കുട്ടി പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേൾവിക്കുറവുണ്ടോ എന്നൊരു സംശയം തോന്നണം പാരൻസിന്. അപ്പോൾ ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ട് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്ത് നമ്മളത് സംശയം അപ്പോൾ തന്നെ മാറ്റുക. കാരണം കുട്ടികൾ കേട്ടിട്ടാണ് സംസാരിക്കാൻ പഠിക്കുന്നത്. ഇപ്പോൾ കേൾവിക്കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ സംസാരവും ബാക്കി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്സും ഒക്കെ ഒരു ഡിലേ വന്നു വരാം. അത് കഴിഞ്ഞ് ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കോമൺ ഒബ്ജക്ട്സ്, വീട്ടുകാരെ ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങും. അമ്മ എവിടെ നോക്കി അവരുടെ മുഖത്ത് നോക്കും, അല്ലെങ്കിൽ ഫാൻ എവിടെയും ചോദിച്ചാൽ മേലിലേക്ക് നോക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അറൗണ്ട് 1 ഇയർ ആകുമ്പോഴത്തേക്ക് കുട്ടി ആദ്യത്തെ വാക്ക് പറഞ്ഞു തുടങ്ങും. അത് പതുക്കെ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അറൗണ്ട് ഫസ്റ്റ് 50 വേർഡ്സ് എന്ന് പറയും. അതായത് ഏകദേശം 50 വാക്ക് ആ കുട്ടികൾ പറയും. അത് കഴിഞ്ഞ് പതുക്കെ 2 വയസ്സാകുമ്പോഴത്തേക്ക് 2 വാക്കുകൾ ചേർത്തുള്ള സംസാരം തുടങ്ങും. അമ്മ വാ, പാപ്പം താ, അങ്ങനെ. അത് പിന്നെ പതുക്കെ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി, അതിൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളും കൂടി വരും. 1 വയസ്സാവുന്ന കുട്ടി തന്നെ സിമ്പിൾ കമാൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യും. അത് താ, അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. പിന്നെ അങ്ങനെ പതുക്കെ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് വിശേഷങ്ങൾ പറയാനും കഥകൾ പറയാനും ഒക്കെ തുടങ്ങും. അങ്ങനെ കോംപ്ലക്സിറ്റി കൂടി പോകും. അപ്പം ഈ ഒരു നോർമൽ പാറ്റേണിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റിനെ കാണണം എന്നുള്ളതാണ്. കാരണം പല കാരണങ്ങൾ കൊണ്ട് സംസാരത്തിന് ഒരു താമസം വന്നു എന്ന് വരാം. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ തന്നെ സംസാരിക്കാൻ താമസിക്കുന്ന കുട്ടികളും ഉണ്ട്. അതിന് ഞങ്ങൾ സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേൾവിക്കുറവ്. അപ്പം കുട്ടി ജനിക്കേണ്ട അതിന് മുന്നേ ഗർഭാവസ്ഥയിൽ തന്നെ ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ചെവിയുടെ ഉൾഭാഗം, ഇന്നർ ഇയർ എന്ന് പറയും. അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടി അമ്മയുടെ ശബ്ദമൊക്കെ കേട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ ഒരു കേൾവിക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് വെച്ച് അപ്പോൾ തന്നെ നമുക്ക് തെറപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എത്ര ചെറിയ കുട്ടികളെ വരെ തെറപ്പി എടുക്കാറെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും 8 മാസമുള്ള കുട്ടിയുണ്ട്, 1 വയസ്സുള്ള കുട്ടിയാണെന്ന് ചോദിക്കും. അപ്പോൾ അവരൊക്കെ സംസാരിക്കും, അവർക്കൊക്കെ നിങ്ങൾ തെറപ്പിയിൽ എന്താ ചെയ്യുകയെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഓരോ കുട്ടിയുടെ ആവശ്യമനുസരിച്ചാണ്. ഈ കേൾവിക്കുറവുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിയുമ്പോൾ
ഒരു ശബ്ദമുണ്ട് എന്നുള്ള ട്രെയിനിങ് വേണം. അത് കഴിഞ്ഞ് ലോക്കലൈസേഷൻ, എവിടെ നിന്നാണ് ശബ്ദം വരുന്നത്, അതുപോലെ തന്നെ ശബ്ദങ്ങൾ തമ്മിൽ തിരിച്ചറിയാനും ഒക്കെയുള്ള ട്രെയിനിങ് വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 6 മാസമുള്ള കുട്ടി തന്നെ കോമൺ ഒബ്ജക്ട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങും 8 മാസം ആകുമ്പോഴത്തേക്ക്. അപ്പം അതൊക്കെ കേട്ടിട്ടാണ്. ഇപ്പോൾ ഫാൻ എന്ന് പറയുമ്പോൾ ആ ഫാൻ എന്നുള്ള ശബ്ദവും ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് അവർ റിലേറ്റ് ചെയ്യുന്നത് അത് കേട്ടിട്ടാണ്. അപ്പം അങ്ങനെ ഉള്ള ട്രെയിനിങ്ങൊക്കെ അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വേണം. അതുപോലെ തന്നെ വലിയ ഡിലേ ഇല്ലാതെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം നേരത്തെ നമുക്ക് തെറപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അത്രയും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടിയിൽ കാണാൻ പറ്റും. പിന്നെ കുട്ടിയിൽ കാണുന്ന ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹിയറിംഗ് ലോസ് മാത്രമല്ല, വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണെങ്കിൽ പോലും എത്രത്തോളം നേരത്തെ നമ്മൾ ആ പ്രശ്നം തിരിച്ചറിഞ്ഞ് അത് നമ്മൾ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നല്ല ബെറ്റർ റിസൾട്ടായിരിക്കും. എന്ന് മാത്രമല്ല, തെറപ്പി നേരത്തെ തുടങ്ങിയിട്ട് മാത്രം ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നില്ല. കുട്ടിയുടെ പ്രശ്നം എന്താണ്, അതിൻ്റെ സിവിയറിറ്റി എന്താണ്, കുട്ടിക്ക് എത്രത്തോളം നല്ല തെറപ്പിയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഹോം ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പാരൻസ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എവിടെ തെറപ്പിക്ക് കൊണ്ടുപോയാലും, എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കൊണ്ടുപോയാലും വളരെ കുറച്ച് സമയം മാത്രമേ തെറപ്പിസ്റ്റും കുട്ടിയും തമ്മിലൊരു ഇൻട്രാക്ഷൻ വരുന്നുള്ളൂ. ബാക്കി സമയമെല്ലാം കുട്ടി പാരൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഹോം ട്രെയിനിങ് അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ എത്രത്തോളം കുട്ടിക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചാണ് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ മാറ്റം കുട്ടികളിൽ കാണാൻ പറ്റുന്നത്. പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില കണ്ടീഷൻസാണ് ഇപ്പം ഓട്ടിസം. വളരെ കോമൺ ആയിട്ട് ഇപ്പം കാണാറുള്ളൊരു കാര്യമാണ്. കുട്ടി അതിൽ മെയിനായിട്ട് കാണുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഐ കോണ്ടാക്റ്റ് ഇല്ല. കുട്ടി നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ മുഖത്ത് നോക്കില്ല, അല്ലെങ്കിൽ കേൾക്കാത്ത പോലെ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും പാരൻസ് സംശയം തോന്നുന്നവന് കേൾവിക്കുറവുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, അതൊരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറാണ്. ആ ഓട്ടിസം നമ്മൾ ശരിക്കും ഓട്ടിസം എന്നല്ല പറയുക, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുക. അപ്പം അതിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് അവരുടേതായ ലോകത്തിരിക്കാനേ ഇഷ്ടം. ചില കുട്ടികൾക്ക് കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓരോ കുട്ടിയും ഡിഫറെൻ്റാണ്. നമുക്ക് 2 ഓട്ടിസം ഉള്ള ഒരു കുട്ടീനെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും കാണിക്കുന്ന ഫീച്ചേഴ്സ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. കംപ്ലീറ്റ്ലി വേർബൽ മുതൽ കംപ്ലീറ്റ്ലി മ്യൂട്ടായിട്ടുള്ള കുട്ടികൾ വരെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് വേർബൽ സംസാരിക്കുകയും അതുപോലെ ഒന്നും മിണ്ടാതിരിക്കുകയും കുട്ടികളുണ്ടാവും. പിന്നെ അവർക്ക് പിയർ പ്ലേ, ബാക്കി കുട്ടികളായിട്ട് കളിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. തൊടുന്ന ഇഷ്ടമല്ല, മുടി ചീകുന്ന ഇഷ്ടമല്ല, നഖം വെട്ടാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ചില കുട്ടികൾ നേരെ ഓപ്പോസിറ്റ് ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. അവരെപ്പോഴും എന്തെങ്കിലും പർട്ടിക്കുലർ ടെക്സ്റ്റൈൽസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില കുട്ടികൾ ചിലപ്പോൾ സോഫ്റ്റ് ടോയ്സ് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ്. ചില കുട്ടികൾ ഇങ്ങനെ തലയിട്ടാട്ടും, അല്ലെങ്കിൽ കൈ ഇങ്ങനെയിട്ട് ആക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഒരേപോലത്തെ കളികൾ ചെയ്യുക. എന്ത് സാധനം കിട്ടിയാൽ ലൈനായിട്ട് അടുക്കി വയ്ക്കുക. അങ്ങനെ ഒരുപാട് എന്താ പറയുക വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് അങ്ങനെയുള്ള കുട്ടികളിൽ കാണാൻ പറ്റും. ഇപ്പം ഇവർക്കും അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളായിരിക്കും. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ തെറപ്പി കൊടുത്താൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ നോക്കുമ്പോഴേക്ക് നല്ല രീതിയിൽ തന്നെ അവരെ മാറ്റിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞതുമെല്ലാം ലാംഗ്വേജിനെ പറ്റിയാണ്. അതായത് നമ്മൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്തെല്ലാം മനസ്സിലാക്കുന്നതാണ്. അതേസമയം സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിൽ ഉച്ചാരണം, അല്ലെങ്കിൽ നമ്മളെ ശബ്ദം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഫ്ലുവൻസി, എത്ര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ എന്താ പറയുക അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം അതിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉച്ചാരണത്തിന് മാത്രം പ്രശ്നം വരുന്ന കുട്ടികളുണ്ടാവാം. ഉച്ചാരണം എന്ന് പറയുമ്പോൾ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ ഉച്ചാരണത്തിന് ചെറിയ എന്താ പറയുക ഫോൾട്ടി ആർട്ടിക്കുലേഷൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടാവാം. സ്ട്രക്ചറിൽ പ്രശ്നമുണ്ട്, അതായത് ക്ലെഫ് ലിപ്പ് ആൻഡ് പാലറ്റ് എന്ന് പറയും, മുച്ചുണ്ട്, അതായത് അല്ലെങ്കിൽ അതുപോലെ തന്നെ അണ്ണാക്കിലും അതുപോലെ വിള്ളൽ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ സ്ട്രക്ചറൽ ഇതാണ്. അപ്പോൾ ആദ്യം അതിനൊക്കെ സർജിക്കൽ കറക്ഷനാണ് വേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പീച്ച് തെറപ്പിയും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ പറയാവുന്നൊരു കണ്ടീഷൻ അപ്രാക്സിയോ സ്പീച്ച് എന്ന് പറയും. അതായത് അവർക്ക് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് താനേ ഇരിക്കുമ്പോൾ പറയാൻ പറ്റും. ചില അമ്മമാരൊന്നും പറയണ്ട, അവൻ ഭയങ്കര മടിയാണ്, നമ്മൾ പറഞ്ഞാൽ പറയില്ല, പക്ഷെ അവൻ തന്നെ ഇരുന്ന് ചിലപ്പോൾ അങ്ങ് പറയും എന്നൊക്കെ പറയും. അതൊക്കെ ചിലപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊണ്ടാവാം. അത് ശരിക്കും നമ്മളെ ബ്രെയിനിൽ എന്താ പറയുക ഒരു കോർഡിനേഷൻ്റെ പ്രശ്നമാണ്. ബ്രെയിനിൽ നിന്ന് നമ്മളെ മസിൽസിലോട്ട് വരുന്ന സിഗ്നൽസ് കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ കുട്ടികളിൽ വോയിസ് പ്രോബ്ലംസ്, ഞാൻ നേരത്തെ പറഞ്ഞ മുച്ചുൻ്റെ ഒക്കെ വരുമ്പോൾ കൂടുതലും കാണുന്നത് ഹൈപ്പർനേസിലാണ്. അതായത് നമ്മൾ അണ്ണാക്കിൻ്റെ ഏറ്റവും പുറകുവശം സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന ഭാഗം അനങ്ങും.
നമ്മൾ ഓറൽ സൗണ്ട്സ് എന്ന് പറയും. അതായത് നമ്മൾ പാബ അങ്ങനത്തെ ശബ്ദങ്ങളെല്ലാം വായിക്കൂടിയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ വായിക്കൂടിയാണ് എയർ പോകുന്നത്. അതേസമയം നേസൽ സൗണ്ട്, അതായത് മ ന ങ ഞ അങ്ങനത്തെ ശബ്ദങ്ങൾ പറയുമ്പോൾ മൂക്കിൽ കൂടെയുമാണ് വായു പോവുക. അപ്പം ഓറൽ സൗണ്ട്സ് പറയുമ്പോൾ ആ സോഫ്റ്റ് പാലറ്റ് ബാക്കിൽ ചെന്ന് അടഞ്ഞിട്ട് മൂക്കിൽ കൂടെ എയർ പോവാതെ വായിൽ കൂടെ പോകാൻ വേണ്ടി സഹായിക്കുന്നു. ഇപ്പോൾ ഈ ക്ലെഫ്റ്റ് പാലറ്റൊക്കെ ഉള്ള കുട്ടികൾക്ക് അതിൻ്റെ ഫംഗ്ഷൻ അഥവാ സോഫ്റ്റ് പാലറ്റ് അനക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കൂടുതലും കാണാറ് നേസാലിറ്റി, അതായത് സംസാരിക്കുമ്പോൾ മൂക്കിൽ കൂടെ ഒരുപാട് എയർ ലീക്ക് വന്നിട്ട് എന്നുള്ളൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ നമുക്ക് തെറപ്പിയിലൂടെ ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന വേറൊരു കാര്യമാണ് AACയെ പറ്റി, അതായത് ഓഗ്മെൻറ്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ കുട്ടികളെയും നമുക്ക് സംസാരിപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ പറഞ്ഞ അവരുടെ പ്രശ്നം എന്താണ്, എത്രത്തോളം സിവിയറാണ് അവരുടെ പ്രശ്നം എന്നൊക്കെയുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പം സിമ്പിൾ ടേംസ് പറയുകയാണെങ്കിൽ ഒരു കാർഡ് വെച്ചിട്ട് ഒന്നും അറിഞ്ഞിടാത്തൊരു കുട്ടിക്ക് ഫുഡ് വേണം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ആവശ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്, വിശക്കുമ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു കാർഡ് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ഒരു കാർഡ് അത് കാണിച്ചിട്ട് അവരുടെ ആവശ്യം കാണിക്കാൻ വേണ്ടി നമുക്ക് ട്രെയിൻ ചെയ്യാം. അത് ഏറ്റവും ബേസിക് വേർഷൻ. അതിൽ നിന്ന് തുടങ്ങി എന്താ പറയുക, ഏറ്റവും ഹയർ വേർഷൻ ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ ഐപാഡിലും ടാബിലും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ടൈപ്പിംഗ് ഒക്കെ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം. അല്ല പിക്ചേഴ്സ് വെച്ചിട്ടാണെങ്കിൽ പിക്ചേഴ്സ് അതിന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കാം. ഏത് രീതിയിലാണെങ്കിലും കുട്ടിയുടെ ഓരോ കഴിവും ഒക്കെ അനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ തെറപ്പിക്ക് വരുന്നൊരു കുട്ടിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. സെർബൽ പാൽസി ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എപ്പോഴും വാച്ച് വേണം. അപ്പം ആ കുട്ടി AAC ബുക്ക്, അതായത് അവർ വീട്ടുകാർ തന്നെ ഒരു ബുക്ക് പോലെ അവൻ്റെ ബേസിക് ആവശ്യങ്ങൾ വരുന്ന പിക്ചേഴ്സ് എല്ലാം ഒട്ടിച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ദിവസം അവന് വീട്ടിൽ വാച്ച് വേണം, അതിനൊക്കെ അവൻ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ വാച്ച് എടുത്ത് കൊടുത്തിട്ട് അവൻ സമ്മതിക്കുന്നില്ല, കരച്ചിലായി ബഹളമായി ഭയങ്കര ബിഹേവിയർ ഇഷ്യൂസ് തുടങ്ങി. അപ്പോഴാണ് വീട്ടുകാർ ഈ ബുക്ക് എടുത്ത് കൊടുത്തു. അപ്പം നേരെ കളേഴ്സിൻ്റെ പേജിൽ പോയി പച്ച കളർ തൊട്ട് കാണിച്ചു. അതായത് ആ വീട്ടിൽ ഗ്രീൻ കളർ സ്ട്രാപ്പുള്ള വാച്ച് ഉണ്ട്, അതായിരുന്നു അവന് വേണ്ടത്. പാരൻസ് വിട്ട് പോയ കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഇത് ഞാൻ വളരെ ചെറിയ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് നമുക്ക് ബിഹേവിയറൽ ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺസ് നമുക്ക് ഈ AAC ഉപയോഗിക്കുന്നതുകൊണ്ടുകൂടി നമുക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്കത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ വേറൊരു കോമൺ ആയിട്ടുള്ള കാര്യം എനിക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് കുട്ടികൾ സ്റ്റിമുലേഷൻ കുറഞ്ഞു പോയത് കൊണ്ട് മാത്രം സംസാരിക്കാതെ വരുന്ന കുട്ടികളുണ്ട്. അതായത് ഇപ്പോൾ മിക്ക സ്ഥലത്തും ന്യൂക്ലിയർ ഫാമിലിയാണ്, അമ്മ അച്ഛൻ കുട്ടി മാത്രമായിരിക്കും. മിക്കപ്പോഴും രണ്ട് പാരൻസും വർക്കിംഗ് ആയിരിക്കും, മെയ്ഡായിരിക്കും നോക്കാറ്. ഇപ്പോൾ കൂടുതൽ സമയം TV മുമ്പേ കുട്ടി ഇരിക്കും, മെയ്ഡ് അവരുടെ ജോലി ചെയ്യും. അങ്ങനെ അവരുടെ സ്റ്റിമുലേഷൻ കിട്ടാത്തത് കൊണ്ട് അവർ സംസാരിക്കാൻ താമസിക്കുന്നു. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളോട് സംസാരിക്കാൻ അവസരങ്ങൾ കൊടുത്തുമാണ് അവർ സംസാരിക്കാൻ പഠിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒന്നും ശ്രദ്ധിക്കാതെ പിന്നീട് കുട്ടിയെ എല്ലാ സ്ഥലത്തും കൊണ്ട് ഓടിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളോട് ഒരുപാട് സമയം സംസാരിക്കാനും കളിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മളൊരു എന്താ പറയുക, കുട്ടിക്ക് ആ ഒരു നല്ല രീതിയിലുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വരുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വേറൊരു കണ്ടീഷനാണ് നമ്മൾ ഫ്ലുവൻസിയിൽ വരുന്നതാണ് NNF എന്ന് പറയുന്നത്. അതായത് നോർമൽ നോൺ ഫ്ലുവൻസി. ഞാൻ ഫ്ലുവൻസി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വിക്ക് അതുപോലത്തെ കണ്ടീഷൻസാണ് ഫ്ലുവൻസി ഡിസോർഡേഴ്സിൽ വരിക. അതായത് അവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം പലർക്കും അറിവില്ലാത്തൊരു കാര്യമാണ്. വിക്കും ഒക്കെ തെറപ്പിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്. അപ്പം വിക്ക് പോലെ വളരെ സിമിലറായിട്ട് വരും, പക്ഷേ ഒരു നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ളൊരു കാര്യമാണ് NNF അഥവാ നോർമൽ നോൺ ഫ്ലുവൻസി. അതായത് കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്ന ആ ഒരു പ്രായത്തിൽ അവരുടെ തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ഭയങ്കര ഫാസ്റ്റും, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ലാംഗ്വേജ് അവർക്കില്ല, അല്ലെങ്കിൽ അത്രത്തോളം വൊക്കാബുലറി അവർക്കില്ല, വാക്കുകൾ അവർക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വേർഡ് റെപ്പിറ്റേഷൻസ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഡിസ്ഫ്ലുവൻസീസ് അവരുടെ സംസാരത്തിൽ വരാം. അപ്പോൾ ചില സമയത്ത് ശരിക്കും വിക്ക് പോലെ തന്നെ നമുക്ക് തോന്നിയെന്നും വരാം.
ആ ഒരു കണ്ടീഷനാണ് നമ്മൾ നോർമൽ നോൺ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പാരൻസ് വിക്കാണോ എന്ന് വിചാരിച്ച് കാണിക്കാൻ കൊണ്ടുവരാറുണ്ട്. ചില പാരൻസ് വീട്ടിൽ തന്നെ അത് നേരെ പറയടാ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ട്രൈ ചെയ്ത പാരൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരെ അവെയർ ആക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും, കാരണം അവെയർ ആക്കുമ്പോൾ അവർ സംസാരം നിർത്തുക അല്ലെങ്കിൽ പറയാതെ പോവുക, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ അതിനെ റെസ്പോണ്ട് ചെയ്യുക. അതേസമയം മനസ്സിലാക്കേണ്ടത് അവർക്ക് ആ വാക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവർ എന്നൊക്കെയുള്ള ആ ഒരു ഫിലോസഫി ഉപയോഗിക്കുമ്പോൾ അവരത് ആലോചിക്കുകയാണ് അടുത്ത ഏത് വാക്കാണ് പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ കുട്ടികളെ അവെയർ ആക്കാതിരിക്കുക, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുക്കുക, അവർക്ക് ആലോചിച്ച് പറയാൻ, അവരെ ധൃതി പിടിപ്പിക്കാതിരിക്കുക എന്നൊക്കെയാണ് ഈ NNF അല്ലെങ്കിൽ ആ ഒരു ഈ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ വേറൊരു ലാംഗ്വേജിൽ വരുന്ന വേറൊരു ഇതാണ് ഫൊണോളജിക്കൽ പ്രോസസ്സസ് എന്ന് പറയും. അതായത് കുട്ടികൾ എന്താ പറയുക, എല്ലാ കുട്ടികളും ഉള്ളതാണ്. എന്തിപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ അവർക്ക് അതുപോലെ പറയാൻ പറ്റാത്തത് കൊണ്ട് അത് അവർ സിംപ്ലിഫൈ ചെയ്ത് പറയും. അതായത് ഇപ്പം കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉടുപ്പിന് ഉപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ കളിക്കാം എന്നുള്ളതിന് കച്ചാം എന്ന് പറയുക, അതൊക്കെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ചെറിയ കുട്ടികൾ അങ്ങനെ പറയും. പക്ഷേ ഇങ്ങനെ ഓരോ വാക്കുകളും അവർ പല രീതിയിലായിരിക്കും സിംപ്ലിഫൈ ചെയ്യുന്നത്. അതിനൊക്കെ ഞങ്ങൾക്ക് ഓരോ പേരും ഇട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഓരോ പ്രോസസ്സസും ഓരോ പ്രായത്തിൽ അത് താനെ മാറും. ആ മാറിയില്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഒരു 2 വയസ്സുള്ള കുട്ടി ഉടുപ്പിന് ഉപ്പ് എന്ന് പറയുന്നൊരു 4-5 വയസ്സായ കുട്ടി ഉപ്പ് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? അപ്പം കുറച്ച് പ്രായം കൂടിയിട്ടും ആ ഒരു ഫൊണോളജിക്കൽ പ്രോസസ്സ് മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ ഫൊണോളജിക്കൽ പ്രോസസ്സ് ഡിസോർഡർ എന്ന് പറയും. അത് നമ്മൾ തെറപ്പി കൊടുത്ത് മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് സ്പീച്ചിൻ്റെ ക്ലാരിറ്റി എഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വലുതാകും തോറും അത് എന്താ പറയുക, സ്പെല്ലിംഗ് മിസ്റ്റേക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന കേട്ടാണ് നമ്മൾ സ്പെല്ലിംഗ് എഴുതാനും ഒക്കെ പഠിക്കുന്നത്. അപ്പം പറയുന്നത് നേരെ അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ എഴുതാൻ നമ്മൾ പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കുട്ടികളോട് ബേബി ടോക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കൊഞ്ചിച്ച് സംസാരിക്കാൻ പാടില്ല. അതായത് നമ്മൾ എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്, ഇൻക്ലൂഡിങ് ഞാനും ഒരു അമ്മയാണ്. ഇപ്പോൾ കുട്ടികളോട് ഒരുപാട് നമുക്ക് ഉപ്പിടാം കളിച്ചാം എന്നൊക്കെ പറയും. പക്ഷേ മാക്സിമം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. കാരണം കുട്ടികൾ നമ്മൾ നേരെ കറക്റ്റായിട്ടാണ് പറയുന്നതെങ്കിലും കുട്ടികൾ അത് സിംപ്ലിഫൈ ചെയ്തേ പറയുള്ളൂ. അപ്പോൾ നമ്മളും വീണ്ടും അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ കുട്ടികൾ വീണ്ടും അതാണ് കേൾക്കുന്നത്. അപ്പം അവർ കറക്റ്റായിട്ടുള്ള വാക്ക് പഠിക്കാൻ പിന്നെയും വൈകുന്നു. പിന്നെ അതുപോലെ അതുകൊണ്ട് ഈ ഫൊണോളജിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒത്തിരി ബേബി ടോക്ക് അല്ലെങ്കിൽ ആ കൊഞ്ചിച്ച് പറയുന്നത് എപ്പോഴും കുറച്ചിട്ട് നമ്മളെപ്പോഴും കറക്റ്റായിട്ടുള്ള വാക്കുകൾ പറയുക. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കണ്ടത് വേറൊരു ഇതാണ്, ഒത്തിരി കാർട്ടൂൺസ് എക്സ്പോഷർ വരുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കുന്നത് TV അല്ലെങ്കിൽ കാർട്ടൂൺസൊക്കെ വൺ സൈഡ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ വെറുതെ TV നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് വരുന്നില്ല. ഇത് മാത്രമല്ല ഈ കാർട്ടൂൺസൊക്കെ കുട്ടികളെ ആ ഒരു സമയത്തേക്ക് ആണ് പിടിച്ചിരുത്തുന്നത്. പ്രത്യേകിച്ച് ADHD ഒക്കെ പോലുള്ള കുട്ടികൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് ക്ഷമയില്ല, ഒരു കാര്യം ക്ഷമയോടെ നോക്കി ചെയ്യാനോ എന്നുള്ള കാര്യമില്ല. അപ്പോൾ പാരൻസ് പറയാറുണ്ട് ആ TV കണ്ടുകൊണ്ടിരുന്നാൽ അവനത് നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ കുറച്ച് സമയത്തേക്ക് പ്രശ്നം ഇല്ലയെന്ന് അടങ്ങിയിരിക്കും എന്ന് പറയും. അതായത് ഈ കാർട്ടൂൺസൊക്കെ എന്ന് പറഞ്ഞാൽ വിഷ്വൽസ് പെട്ടെന്ന് മാറും. അപ്പം അതുകൊണ്ടാണ് അവർ പിടിച്ചെടുത്താൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടുള്ള കാര്യമാണ് അവരുടെ ബ്രെയിൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പോൾ അവർ ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് കാർട്ടൂൺസ്, TV അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് മൊബൈൽ, വീഡിയോ ഗെയിംസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഏത് തന്നെ ആയാലും അതിൻ്റെ എക്സ്പോഷർ മാക്സിമം കുറയ്ക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികളോട് എപ്പോഴും ഒരുപാട് സംസാരിക്കുക. അവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. ഓരോ പ്രായത്തിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, തിരിച്ചവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് കമ്മ്യൂണിക്കേറ്റുള്ള അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ പറയുക, നല്ലൊരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടികൾ സംസാരിക്കുകയും വലിയ ഡിലേ ഒന്നുമില്ലാതെ പോവുകയും ചെയ്യാം.